നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലുടനീളം കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കാലവർഷം ഇത്തവണ നേരത്തെ എത്തിയിട്ടുണ്ടെന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എല്ലാവരും വളരെയധികം ഈ ഒരു സമയത്ത് യാത്ര ചെയ്യുന്നതും മലയോര മേഖലകളിലേക്കടക്കം രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്നതൊക്കെ തന്നെ ഒഴിവാക്കാനുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നമ്മുടെ ഭരണകൂടം നൽകുന്നുണ്ട്. അതൊക്കെ തന്നെ കൃത്യമായി ജനങ്ങൾ പാലിക്കണം. പക്ഷേ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മുടെ റോഡുകളെല്ലാം തകർന്നടിയുന്ന ഭീകരമായ കാഴ്ച കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ദേശീയപാത 66 നിർമ്മാണത്തിനിടെ മലപ്പുറം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പലയിടത്തും റോഡ് ഇടിഞ്ഞു താഴുകയും വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് തെക്കൻ കേരളത്തിലും ആശങ്ക ഉയരുകയാണ്. പാതയുടെ പല ഭാഗങ്ങളിലുമുണ്ടായ വിള്ളൽ, മണ്ണിടിച്ചിൽ, തകർച്ച എന്നിവയെല്ലാം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അലംഭാവവുമാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. മഴക്കാലം എത്തിയതോടെ ആശങ്കയുടെ വേഗതയും കൂടുകയാണ്. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ നിർമ്മാണം പുരോഗമിക്കുന്ന റോഡിനെ സംബന്ധിച്ചും ആശങ്ക ഉയരുകയാണ്. ഇപ്പോഴിതാ മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത 66 വീണ്ടും തകർന്നു. 6 വരി പാതയുടെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. നേരത്തെ വലിയ രീതിയിൽ തകർന്ന ഭാഗത്തിന് ഏതാനും മീറ്ററുകൾക്ക് സമീപമാണ് പുതിയ ഭിത്തി പൊളിഞ്ഞത്. 6 വരി പാത ഇടിഞ്ഞു വീണതിനെ തുടർന്ന് നേരത്തെ പൂർണ്ണമായും ഗതാഗതം നിർത്തിവെച്ചിരുന്നു. പ്രധാന പാതയുടെ പാർശ്വഭിത്തിയിലെ സിമന്റ് കട്ടകളാണ് തകർന്നു വീണത്. പ്രദേശത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ സർവീസ് റോഡിന് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതേസമയം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ കമ്പനികൾക്കുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറി. ഇടിഞ്ഞ ഭാഗത്തെ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. കൂരിയാട് ദേശീയപാതയിൽ സംരക്ഷണ ഭിത്തി അടക്കം തകർന്ന ഭാഗത്തെ 1 കിലോമീറ്റർ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രദേശത്ത് റോഡ് നിർമ്മിക്കുന്നതിന് മണ്ണ് പരിശോധന അടക്കം ഫലപ്രദമായി നടത്തിയില്ലെന്ന് വിദഗ്ധ സമിതി പറയുന്നു. നിർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്നാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നിർമ്മാണ കമ്പനി അടക്കമുള്ള ഏജൻസികൾക്ക് വൻ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്. കൂരിയാട് മേഖലയിലെ നെൽപ്പാടങ്ങളടക്കം ആവശ്യമായ സാങ്കേതിക പരിശോധന നടന്നില്ലെന്നും ഡിസൈനിൽ വൻ തകരാറുണ്ടെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. മഴ ശക്തമായാൽ വെള്ളം നിറഞ്ഞു കവിയുന്ന കൂരിയാട്ടെ വയലിലൂടെയാണ് തകർന്ന 6 വരി പാത കടന്നുപോകുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് ഇപ്പോൾ വീണ്ടും സംരക്ഷണ ഭിത്തി തകരുന്ന സാഹചര്യമുണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴക്കാലത്ത് നിറയെ വെള്ളം നിൽക്കുന്ന വയലിൽ ശാസ്ത്രീയ പഠനങ്ങളൊന്നും നടത്താതെ ഉയരത്തിൽ മണ്ണിട്ടുയർത്തി 6 വരി പാത നിർമ്മിച്ചത് വലിയ പിഴവാണെന്ന് നിർമ്മാണ സമയത്ത് തന്നെ നാട്ടുകാർ സൂചിപ്പിച്ചിരുന്നതാണ്. കനത്ത മഴയ്ക്കിടെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിഞ്ഞ് സർവീസ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. പ്രധാന പാതയുടെ പാർശ്വഭിത്തിയിലെ സിമന്റ് കട്ടകളാണ് തകർന്നു വീണത്. പ്രദേശത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ സർവീസ് റോഡിന് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വയലിൽ ഉയർത്തിയ റോഡ് താഴ്ന്നതാണ് കൂരിയാട് റോഡ് തകരാനിടയാക്കിയത്. നിലവിലെ 6 വരി പാത മാറ്റി പൈലിംഗ് നടത്തി തൂണുകൾ സ്ഥാപിച്ച് പാലം നിർമ്മിക്കണമെന്നാണ് ജനപ്രതിനിധികൾ, സമരസമിതി, നാട്ടുകാർ തുടങ്ങിയവർ ആവശ്യപ്പെടുന്നത്. നേരത്തെ കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതാണ് സംഭവത്തിൽ കടുത്ത നടപടി കേന്ദ്രം സ്വീകരിച്ചിരുന്നു. കരാറുകാരായ KNR കൺസ്ട്രക്ഷൻസിനെ കേന്ദ്രം ഡീബാർ ചെയ്തിരുന്നു. ഇതിനൊപ്പം പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് എന്ന കമ്പനിക്കും വിലക്കുണ്ട്. പദ്ധതിയുടെ പ്രൊജക്ട് മാനേജർ M. അമർനാഥ് റെഡ്ഡിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ മാസം 19-നാണ് ദേശീയപാത 66ന്റെ ഭാഗം ഇടിഞ്ഞതാണത്. കൂരിയാട് ദേശീയപാത നിർമ്മാണത്തിൽ കരാർ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നിർമ്മാണത്തിന് മുമ്പ് ഭൂമിയുടെ അവസ്ഥ പരിശോധിച്ചില്ലെന്നും ഭൂമി ബലപ്പെടുത്തുന്നതിൽ അശ്രദ്ധ കാണിച്ചുവെന്നാണ് ഗതാഗത മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. IIT-യിലെ റിട്ടയർഡ് പ്രൊഫസർ ഉൾപ്പെടെയുള്ള 3 അംഗ വിദഗ്ധ സംഘം പ്രദേശം സന്ദർശിച്ചിരുന്നു. തുടർന്ന് ഇവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഗതാഗത മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. കൂരിയാടിന് പുറമെ തൃശൂർ, കാസർഗോഡ്, കണ്ണൂർ എന്നീ ജില്ലകളിലെ ദേശീയപാതയിലും വ്യാപക വിള്ളലും മണ്ണിടിച്ചിലും കണ്ടെത്തിയിട്ടുണ്ട്. തൃശൂർ ചാവക്കാട് നിർമ്മാണം പുരോഗമിക്കുന്ന മണത്തല പ്രദേശത്താണ് മേൽപ്പാലത്തിന് മുകളിൽ വിള്ളൽ കണ്ടെത്തിയത്. കാസർഗോഡ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന മാവുങ്കാൽ കല്യാൺ റോഡിന് സമീപമാണ് വിള്ളൽ കണ്ടെത്തിയത്. കണ്ണൂരിൽ ദേശീയപാതയ്ക്ക് സമീപം തളിപ്പറമ്പ് കുപ്പത്താണ് വ്യാപക മണ്ണിടിച്ചിലുണ്ടായത്. തൃശൂർ ചാവക്കാടിനടുത്ത് മണത്തലയിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന അപ്രോച്ച് റോഡിൽ വിള്ളൽ അടയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. പറവൂർ വഴിക്കുളങ്ങര അടിപ്പാതയുടെ പാർശ്വഭിത്തിയും സർവീസ് റോഡും ചേരുന്ന ഭാഗത്തും വിള്ളലുണ്ട്. കോഴിക്കോട് വെങ്ങളത്തിനും തിരുവങ്ങൂർ അണ്ടർപാസിനുമിടയിൽ ദീർഘദൂരത്തിൽ വിള്ളലുണ്ടായി. മലപ്പുറത്ത് കൂരിയാടിനു പുറമെ തലപ്പാറ, മമ്മാലിപ്പടിയിലും റോഡിൽ വിള്ളൽ വീണു. കണ്ണൂർ കുപ്പം കപ്പടത്തട്ടിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു.
കഴിഞ്ഞ ദിവസം പകൽ 3 തവണയാണ് ഇവിടുത്തെ മണ്ണിടിഞ്ഞത്. സമീപത്തെ വീടുകളിലേക്കും ചെളിയും മണ്ണും ഒഴുകിയെത്തി. കാസർഗോഡ് കാഞ്ഞങ്ങാട് കുളിയങ്കാലിൽ സർവീസ് റോഡും ഇടിഞ്ഞു. ദേശീയപാത 66-ൽ ചാവക്കാടിനടുത്ത മണത്തലയിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന അപ്രോച്ച് റോഡിലാണ് വിള്ളൽ വീണത്. അവിടെ രാവിലെയും പാറപ്പൊടിയും മറ്റുമിട്ട് അടച്ചു. ഇതിനുശേഷം മഴ പെയ്തതോടെ ആഴത്തിലുള്ള വിള്ളൽ വീണ്ടും ഉണ്ടായി. വൈകിട്ട് 1 തട്ട് ബിറ്റുമിൻ ടാറിട്ടു. സംഭവത്തിൽ തഹസിൽദാർ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. കനത്ത മഴയെ തുടർന്നാണ് മണത്തലയിൽ വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തെ മേൽപ്പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൽ ടാറിട്ടതിന് മുകളിൽ 50 മീറ്റർ നീളത്തിൽ വിള്ളലുണ്ടായത്. നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ ഇതുവഴി ഗതാഗതം തുടങ്ങിയിട്ടില്ല. അപ്രോച്ച് റോഡിന് ഇരുവശത്തുമുള്ള സർവീസ് റോഡുകളിലൂടെയാണ് നിലവിൽ ഗതാഗതം. പിറ്റേന്ന് തന്നെ വൈകിട്ടാണ് വിള്ളൽ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് രാത്രി തന്നെ തിരക്കിട്ട ദേശീയപാത അധികൃതർ പാറപ്പൊടിയും മറ്റുമിട്ട് വിള്ളലടച്ചു. ഇരുവശത്തും സുരക്ഷാ ഭിത്തി കെട്ടി മണ്ണിട്ട് നിറച്ചാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. വിള്ളലിൽ ഭയക്കാനില്ലെന്ന് നിർമ്മാണ കമ്പനി അധികൃതർ പറഞ്ഞിട്ടുണ്ട്. മഴയെ തുടർന്ന് അപ്രോച്ച് റോഡിലെ സുരക്ഷാ ഭിത്തിയും ബിറ്റുമിൻ ചെയ്ത ഭാഗവും തമ്മിലുണ്ടായ വിടവ് മാത്രമാണെന്നും ഇത് അപകടമുള്ളതല്ലെന്നാണ് സ്ഥലം പരിശോധിച്ച കമ്പനി എഞ്ചിനീയർമാർ കണ്ടെത്തിയതെന്നും കമ്പനി പ്രതിനിധി പറഞ്ഞു. നിലവിൽ ബിറ്റുമിൻ ടാറിട്ടതിന് മുകളിൽ ഇനിയും 3 തട്ട് ബിറ്റുമിൻ ടാറിടൽ നടക്കാനുണ്ടെന്നും മഴ മാറിയാൽ ഇത് ചെയ്യുമെന്നും ഇതോടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും കമ്പനി പ്രതിനിധി അറിയിച്ചു. ദേശീയപാത 66 മണത്തലയിൽ മേൽപ്പാലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന അപ്രോച്ച് റോഡിലുണ്ടായ വിള്ളൽ താഴെ സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതത്തിനും ഭീഷണിയാകും. സർവീസ് റോഡിൽ നിന്ന് 15 അടിയിലേറെ ഉയരത്തിലാണ് അപ്രോച്ച് റോഡ്. വിള്ളലുണ്ടായതിന് താഴെ സർവീസ് റോഡിനോട് ചേർന്ന് റോഡ് അല്പം കുഴിഞ്ഞിട്ടുമുണ്ട്. അതേസമയം ദേശീയപാത അധികൃതർ ശാസ്ത്രീയമായ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാതെ കണ്ണിൽ പൊടിയിടുന്ന അറ്റകുറ്റപ്പണിയാണ് ചെയ്യുന്നതെന്ന് ആരോപിച്ച് UDF രംഗത്തെത്തി. നിരുത്തരവാദ സമീപനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് UDF ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ KP ഷാനവാസിന്റെ നേതൃത്വത്തിൽ ഗതാഗതം തടഞ്ഞു. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സംഭവത്തിൽ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് NK അക്ബർ MLA കത്തയച്ചു. ജനങ്ങൾ ആശങ്കയിലാണെന്നും നിർമ്മാണത്തിൽ അപാകത പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിലെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചീഫ് ജനറൽ മാനേജരും റീജിയണൽ ഓഫീസറുമായ BL മീണ, കൊച്ചിയിലെ പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ എന്നിവർക്ക് കത്ത് നൽകിയത്. അടിയന്തര ഇടപെടൽ വേണമെന്ന് കാണിച്ച് കളക്ടർക്കും കത്ത് നൽകി. നിർമ്മാണം തുടങ്ങി 2.5 വർഷം പിന്നിട്ട ദേശീയപാത 66 മൂത്തകുന്നം ഇടപ്പള്ളി റീച്ചിൽ മഴ വന്നതോടെ അപ്രോച്ച് റോഡിന്റെ അടിഭാഗത്തും വിള്ളൽ രൂപപ്പെട്ടു. പറവൂർ വഴിക്കുളങ്ങര അടിപ്പാതയുടെ വടക്ക് വശത്തെ അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തിയുടെ അടിഭാഗത്താണ് നീളത്തിലുള്ള വിള്ളൽ. വളരെ ഉയരത്തിൽ ഗ്രാവലിട്ട് ഉയർത്തിയ ശേഷം കോൺക്രീറ്റ് ഇന്റർലോക്ക് കട്ടകൾ ഉപയോഗിച്ചാണ് പാർശ്വഭിത്തി കെട്ടിയത്. ഇതിന്റെ ഉയരക്കൂടുതലുള്ള ഭാഗത്തിന്റെ അടിയിൽ അപ്രോച്ച് സർവീസ് റോഡും ചേരുന്ന ഭാഗത്താണ് നീളത്തിൽ വിള്ളലുണ്ടായത്. ഇത് കണ്ടതോടെ ബുധനാഴ്ച കരാർ കമ്പനി ഉദ്യോഗസ്ഥരെത്തി അവ സിമന്റ് മിശ്രിതമിട്ട് അടയ്ക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വികസനത്തിൽ ഏറെ മുന്നിലുള്ളതാണ് ദേശീയപാത 66 6-വരിപ്പാത നിർമ്മാണം. കന്യാകുമാരി മുതൽ മുംബൈ പൻവേൽ വരെ നീളുന്ന പാത കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം മുക്കോല കാരോട് വരെയുള്ള 644 കിലോമീറ്റർ ദൂരമാണ് കേരളത്തിലൂടെ കടന്നുപോകുന്നത്. ഈ 644 കിലോമീറ്റർ 22 റീച്ചുകളാക്കി വിഭജിച്ചാണ് വിവിധ നിർമ്മാണ കമ്പനികൾക്ക് നൽകി വികസനം നടപ്പാക്കുന്നത്. ഇതിലിനി പൂർത്തിയാകാനുള്ള 17 റീച്ചുകളുടെ നിർമ്മാണം ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും അതിനുള്ള സാധ്യതകൾ മങ്ങി. 2026 മെയ്യിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സർക്കാർ പ്രധാനമായും ഈ വികസനമാണ് ഉയർത്തിക്കാട്ടാൻ ലക്ഷ്യമിടുന്നത്. പക്ഷേ അതിനു മുൻപാണ് ഇപ്പോൾ സർക്കാരിനെതിരെ അടക്കം വിമർശനം ഉയർന്നുകൊണ്ട് ദേശീയപാതയിൽ വലിയ രീതിയിൽ തന്നെ വിള്ളലുകൾ അനുഭവപ്പെട്ടു തുടങ്ങുന്നത്.